എന്താ പറയുക, മമ്മൂക്ക തകർത്തടുക്കി ഒരു രക്ഷയില്ല. ജാതി പാടവേ. ഈ അടുത്തെങ്കിലും ഇങ്ങനെയൊരു ത്രില്ലർ ഹൊറർ ജോണറിൽ പടം കണ്ടിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു രക്ഷയില്ലാതെ മേക്കിങ്. നമുക്ക് കളറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നു. എന്താ പറയുക, എസ്തെറ്റിക് ബ്യൂട്ടി ഉണ്ടാകും ഓരോ ഷോട്ടിൻ്റെ. അവസാനത്തെ ഒരു ഷോട്ട് ഉണ്ടാകും, ഇങ്ങനെ കറങ്ങി വരുന്ന സംഭവം അടിപൊളിയായി എക്സിക്യൂട്ട് ചെയ്തിരുന്നു. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ക്യാരക്ടേഴ്സാണ്. ആ കൂടി ഇവർ 3 പേരാണ് മെയിൻ. സിദ്ധാർത്ഥ് വരദൻ, അർജുൻ അശോകൻ, പിന്നെ നമ്മളെ മൂക. ഇവർ 3 പേരുടെയും പ്ലേ ആണ് ഇതിലുള്ളത്. ഒരു 80% 80 to 90% വരെയും ഇവൻ്റെയാണ്. പിന്നെ അമൽടെ കാര്യമുണ്ട്, സീനിലുണ്ട്. മണികണ്ഠനാചാര്യ അവിടെ ഫസ്റ്റത്തെ ആ ഒരു സീനിൽ തന്നെ പുള്ളി വടിയാവും. പിന്നെ അവസാനം കുറച്ച് പോർച്ചുഗീസുകാരൻ്റെ ഉണ്ട്, അത് ജസ്റ്റ് ഒരു സീൻ മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ സംഭവം അർജുൻ അശോകൻ വഴിതെറ്റി അവർ ഒരു അവനും മണികണ്ഠനാചാര്യം കൂടെ അടിമ പണി ചെയ്യണവരാണ്. അപ്പോൾ അവരിനെ എസ്കേപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് അമലുടെ യക്ഷിയാണ് അവൾ വന്നിട്ട് മണികണ്ഠനാചാര്യനെ കൊല്ലും. പക്ഷേ അവിടെ നിന്ന് എസ്കേപ്പായിട്ട് ഈ മനയിലെത്തും. എന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് ഈ മമ്മൂക്ക അവനെ ഫുഡൊക്കെ കൊടുത്തും അവിടെ കൂടെ കൂട്ടും. ഇവൻ പാണനാണ്, അപ്പോൾ പാട്ടൊക്കെ പാടി ചില്ലായിട്ട് ഇരിക്കും ഇവർ 3 പേരും. സിദ്ധാർത്ഥ് വരദൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അവിടെ നിൽക്കാൻ. പുള്ളി അവിടുത്തെ പാചകക്കാരനാണ്. പുള്ളിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് അവസാനം റിവ്യൂ ഇല്ല. നമ്മൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ മമ്മൂക്ക, അതായത് ഒരു ദൈവത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മമ്മൂക്കയുടെ മോഭാവം മാറി ഒരു ഈവിൾ കൈൻഡ് ഓഫ് ഇതിൽ വരും. അതായത് തുടക്കം തൊട്ടേ പുള്ളി ഒരു ഈവിൾ നേച്ചറിലാണ് കാണിക്കണം. എന്താ സെറ്റാ. അപ്പോൾ പിന്നെ ഈ അർജുൻ അശോകനും സിദ്ധാർത്ഥും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണതും കാര്യങ്ങളൊക്കെയാണ് ഈ കഥ ചർച്ചയാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ബേസിക് പ്ലോട്ട് ലീനിയറാണ്, ടൈം ലൂപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇത് എടുത്തു പറയാനുള്ള മമ്മൂക്കയുടെ പെർഫോമൻസാണ്, ഒരു രക്ഷയില്ല. കാരണം നെഗറ്റീവ് റോളിൽ കാണാൻ പുള്ളിക്കാരന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നന്നായി ഹെവി സാധനമാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അപ്പം അഭിനേശ്വരന് സിദ്ധാർത്ഥ പറഞ്ഞ് കട്ടൊക്കെ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ളത് മ്യൂസിക്കാണ്. ക്രിസ്റ്റോൻ്റെ ഒരു രക്ഷയില്ല, അസാധ്യ സാധനം. നമ്മുടെ രാഹുൽ സദാശിവൻ വീണ്ടും കലക്കി. ഭൂതകാലത്തിൻ്റെ ഫസ്റ്റ് റെഫറൻസ് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. ഓരോ ഷോട്ടും അടിപൊളി. പിന്നെ എന്താ സംബന്ധിച്ചത് ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. മലക്കോട്ടെ വാലുവിൻ്റെ ഒരു പടയ്ക്കുള്ള ആളുണ്ടായിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ഇവർ പക്ഷേ 4-5 പേര് ഇത്രയും ലാഗ് ഡ്രൈ സബ്ജക്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു. സമ്മതിൻ രാഹുൽ സദാശിവൻ ഫാൻറ്റാസ്റ്റിക് ജോബ്. അതാണ് ഇത്രയും അധികം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് പടം ഹിറ്റാവണമെന്നൊന്നുമില്ല. ക്രക്സ് സ്റ്റോറിൻ്റെ ക്രക്സ് സ്ട്രോങ് ആണെങ്കിൽ സുഖമായിട്ട് പുൾ ഓഫ് ചെയ്യാം. അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ കാണുക, കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഇനി കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ മേ ബി ഇതൊരു ട്രെൻഡായി കഴിഞ്ഞാൽ ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ആൾക്കാർ എക്സ്പെരിമെൻ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കാം. കൂടാവും ഇതിൽ പേടിക്കാൻ മാത്രമൊന്നുമില്ല, ഒരു നാച്ചുറൽ സ്റ്റോറി തന്നെയാണ്. അതിലൊരു ചാത്തൻ്റെ ഉള്ളത് കൊണ്ടും പിന്നെ മമ്മൂക്കിയുടെ പ്രസൻസ് കൊണ്ട് ഒരു ഭീകരത ഉണ്ട് എന്നല്ലാണ്ട് ഭൂതകാലത്തിൻ്റെ അത്രയൊന്നും ഇല്ല. അവിടെ ലാഗ് ഉണ്ട്, നല്ല ഡ്രൈ ആണ്. ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കാണുന്നവർക്ക് ഇതായിട്ടുള്ളൂ. തിയേറ്ററിൽ അത്യാവശ്യം ഓളമൊക്കെ ഉണ്ടാക്കിയതില്ല. അത്യാവശ്യം ആ ഒരു ചിരിയിലൊക്കെ തിയേറ്ററൊക്കെ കുലുങ്ങി. ഇതാണ് ശരിക്കും കുലുങ്ങിയിട്ടിന്. കുറച്ചിനൊക്കെ കണ്ടോ എന്തോ. ഇതിലൊരു പ്രത്യേക ഷോട്ട് ഉണ്ട് കേട്ടോ, നമ്മുടെ ഇൻസെപ്ഷനിൽ വരണത്. അതും ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. നമ്മുടെ ഇൻസെപ്ഷനിൽ ആ ഒരു ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ആ റൂം തിരിയണത് അത്യാവശ്യം വർക്കായിട്ടുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല, കാരണം പഴയ കാലത്തെ സിനിമ എന്തെങ്കിലും എന്ത് പലപ്പോഴും ഇങ്ങനെ ജംസ്കേഴ്സും കാര്യങ്ങളൊക്കെ വരില്ല. പക്ഷേ ഈ സംഭവം പെട്ടെന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ പിന്നെ അവസാനം കുറേ മെസ്സേജ് തരുന്നുണ്ട്. നമ്മൾ ഈ അധികാരത്തിൻ്റെ പവർ ആർക്ക് കിട്ടണോ അവർ റൂൾ ചെയ്യുന്നു. ആ ഒരു അധികാരത്തിൻ്റെ കൊതിക്ക് വേണ്ടി ആരും എന്തും ചെയ്യുന്നുള്ളൊരു മെസ്സേജ് എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ട്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും പോയി കാണാം. എന്തായാലും നിരാശപ്പെടില്ല.